Hey guys, hi. Welcome back to Swadika Karatil Official. സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ വെളുപ്പാങ്ങാലത്ത് ഒരു 5:30 തൊട്ടിട്ട് ഇപ്പം ഏകദേശം സമയം ഉച്ചയ്ക്ക് ഒരു 2 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ബട്ട് മോർ ദാൻ ദാറ്റ് ഇതൊരു ജേണിയാണ്. ഞാൻ ട്രെയിനിൽ പാലക്കാട് നിന്ന് എറണാകുളം വന്ന ആ ഒരു യാത്രയാണ് ഞാൻ കാണിക്കുന്നത്. ആൻഡ് കുറച്ച് കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ ഉണ്ട്. സോ ഗോ ആൻഡ് വാച്ച്. സമയം രാവിലെ 5:38. ഒരു താല്പര്യമില്ലാതെ ഞാൻ എണീറ്റു. എല്ലാവർക്കും ടാറ്റ കൊടുത്തു. വീടിൻ്റെ മുറ്റത്തുനിന്ന് നല്ലിരിട്ട് അങ്ങനെ ബസ്സിൽ കയറി പാലക്കാട് ജംഗ്ഷനിൽ വന്നിറങ്ങി. ഇനി നമ്മൾ ട്രെയിൻ കാത്ത് കുറച്ച് നേരം നിന്നു. അവസാനം നമ്മൾ ട്രെയിൻ എടുത്തു. പാലക്കാട് ജംഗ്ഷൻ കടന്നു പോയി. ഇനി നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എറണാകുളം സൗത്ത് ജംഗ്ഷനിലാണ്. ആ പച്ചപ്പും മനോഹാരിതയും ഗ്രാമീണ ഭംഗിയെല്ലാം കണ്ടപ്പോൾ ഞാനും ഈ നാട്ടുകാരിയാണല്ലോ എന്നാലോചിച്ച് സലാം കാശ്മീരിലെ ജയറാമിനെ പോലെ കുറേ നേരം ഞാനും ഒരു പ്രൗഡ് മൊമെൻറ്റിലായിരുന്നു. ഈ വിൻഡോ സീറ്റും ട്രെയിൻ യാത്രയും ചെറിയ ചാറ്റൽ മഴയും കണ്ണിന് കുളിർമയേകുന്ന ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഒരുപാട് പാട്ടുകൾ ഇയർഫോണിൽ കേൾക്കുക. അങ്ങനെ ഊബറും വിളിച്ച് അവസാനം ഞാൻ റൂമിലെത്തി. ആ ക്ഷീണം തീർക്കാൻ എന്തൊക്കെയോ കുറേ കോപ്രായം കാണിച്ചു കൂട്ടുന്നു. ബാക്കി നമുക്ക് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് കാണിക്കാം. ബൈ. ഹായ്. അങ്ങനെ ഒരു നീണ്ട 5 മണിക്കൂർ ട്രെയിൻ ജേണിക്ക് ശേഷം കുളിച്ച് ഐ ആം ബാക്ക്. എവിടെ ഞാൻ 3 ദിവസം കൂടുമ്പോഴേ കുളിക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ, എൻ്റെ നാട്ടുകാർ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാ പ്രാവശ്യവും ഞാൻ വീട്ടിൽ നിന്ന് കെട്ടി ഇറങ്ങുമ്പോൾ ഞാൻ സ്ഥിരം വിചാരിക്കുന്ന പ്രൗഡാവുന്നൊരു കാര്യമാണ് ഇപ്രാവശ്യം ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ ഒന്നും മറന്നില്ല. എല്ലാ സാധനവും കറക്റ്റായിട്ട് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ബിക്കോസ് എൻ്റെ വീട്ടുകാരെന്ന് എനിക്ക് സ്ഥിരം ചീത്തേക്കുന്നൊരു കാര്യമാണിത്. എല്ലാ പ്രാവശ്യം എന്തെങ്കിലും വീട്ടിൽ മറന്നു വെച്ചിട്ട് പോകും. പിന്നെ അത് കൊണ്ടുവരാനായിട്ട് 2ാമത് പൈസയും കൊടുത്ത് എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ആരെങ്കിലുമൊക്കെ വരണം. അപ്പോൾ ഇപ്രാവശ്യം ഞാനങ്ങനെ ഒന്നും മറന്നില്ല എന്ന് ഭയങ്കര പ്രൗഡ് അടിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായി. കുളിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പല്ല് തേച്ചോ പല്ല് തേച്ചില്ലേന്ന്. രാവിലെ ഒരു 5:38 എന്തോ ഇറങ്ങിപ്പോകുന്നതാണല്ലോ. അപ്പോൾ ഐ തോട്ട് സംശയം വെച്ചിരിക്കേണ്ട, നമുക്ക് പല്ല് തേക്കാം. അപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത്. ഞാൻ ടങ് ക്ലീനർ എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ടങ് ക്ലീനർ വാങ്ങാൻ നമുക്ക് ഫോറമോളിൽ പോകുന്നത് ഞാൻ വേറൊരു കണ്ടന്റായിട്ട് ചെയ്യാം. സോ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു റൂമിൻ്റെ ഒരു അവസ്ഥ. ഞാൻ കുളിച്ചതിൻ്റെ പ്രൂഫ്. ദിസ് ഈസ് അനദർ പ്രൂഫ്. ഇത് എൻ്റെ സാധനം. അയ്യോ മൈച്ചള. ഓക്കെ, ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത്. മൈ പീനട്ട് ബട്ടർ. ഓക്കെ, ആൻഡ് ഡേറ്റ്സ്. മൈ ലാപ്ടോപ്പ് ഞാൻ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആവുന്നു. ഞാനങ്ങനെ സ്ഥിരം ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. ബട്ട് സിനിമ കാണാൻ ഞാൻ സ്ഥിരം ലാപ്പാണ് യൂസ് ചെയ്യാറ്. ഇപ്പം ഞാൻ എനിക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. ദിസ് ഈസ് എ ഹെഡ്ഫോൺ വിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷെ അതല്ല ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. യെസ്, ഞാൻ ജിയോ മാർട്ടിൽ നിന്ന് എൻ്റെ ഒരു ഹെൽത്ത് കോൺഷ്യസ്നെസ്, എനിക്കിപ്പോൾ കൊച്ചിയിൽ വന്ന സമയത്ത് എനിക്കും കുറച്ച് ഫ്രണ്ട്സിനും കൊച്ചിയിലോട്ടേക്കും ജോബായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ആദ്യം തീരുമാനിച്ചൊരു കാര്യം, നമ്മൾ എന്നും ജിമ്മിൽ പോകും. വാട്ട് എവർ ഹാപ്പൻഡ് സൂര്യൻ ഉദിച്ചില്ലെങ്കിലും നമ്മൾ ജിമ്മിൽ പോയിരിക്കും. പക്ഷേ ഇന്നേ വരെ ഞാൻ ജിമ്മിൽ പോയിട്ടില്ല, ജിം കണ്ടിട്ട് പോലുമില്ല ഞാൻ. അപ്പോൾ ഞാൻ കരുതി ഓക്കെ നമുക്ക് ഡയറ്റിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ബ്ലെൻഡർ വാങ്ങി. അതാണ് ഈ ബ്ലെൻഡർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ബ്ലെൻഡർ എനിക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ ഇടയിൽ വലിയൊരു ഓട്ടം ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇങ്ങനൊരു ഓട്ട. ഈ സാധനമാണെങ്കിൽ അടിച്ചു പോയ സാധനം, വർക്കാവത്തുമില്ല. എനിക്കിത് ആദ്യമായിട്ടല്ല, ഈയിടെയായിട്ട് വന്ന് ഞാൻ എന്ത് വാങ്ങിക്കഴിഞ്ഞാലും ഇതുപോലെ പൊട്ടിയ സാധനം അല്ലെങ്കിൽ വർക്കാവാത്ത എക്യുപ്മെൻറ്റ്സ് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഏതൊരു ഓൺലൈൻ ഷോപ്പിംഗ് മാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനടുത്തേക്കുള്ളൊരു ട്രസ്റ്റ് പോയി. ഇതൊക്കെ എൻ്റെ റൂംമേറ്റ്സിൻ്റെ സ്പേസൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം കാണിച്ചു തരുന്നില്ല. അവരൊക്കെ ഓഫീസിൽ പോയി, അവരൊക്കെ പണിക്ക് പോകുന്ന ടീംസാണ്. ഞാനാണ് ഇതുപോലെ വല്ലപ്പോഴൊക്കെ എൻ്റെ ഓഫീസിലുള്ള ആരും ഈ വ്ളോഗ് കാണില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഫുഡ് കഴിച്ചിട്ട് അത് കഴിഞ്ഞ് ഈ ഓംലെറ്റ് എൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ട് രാവിലെ കൊടുത്തുവിട്ടതാണ്. ബാക്കിയെല്ലാം ഇവിടെ നമ്മളുടെ ഹോസ്റ്റലിലെ ഫുഡ്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ബൈ.
ഇനി ഞാൻ പോകുന്നത് എൻ്റെ കുട എടുക്കാനാണ്. രാവിലെ ഞാൻ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ കുട നിവർത്തി ഉണക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. സോ അത് ഞാൻ എടുത്തു. നമ്മളുടെ ഒരു ചെറിയ ബാൽക്കണി സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അവിടെ പോയി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആരും കാണാനൊന്നുമില്ല. അപ്പം ഞാൻ നേരെ അകത്തോട്ടേക്ക് വീണ്ടും കുട എടുത്ത് പോയി തിരിച്ച് റൂമിലെത്തി. ആൻഡ് ദിസ് ഈസ് മൈ ട്രാവലർ ബാഗ്. ഞാൻ ഒരു തൃശ്ശൂർ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയം തൊട്ടിട്ട് ഇതിനൊരുപാട് കഥകൾ പറയാനുണ്ട്. ഇതിലാണ് പൊട്ടി. ഞാൻ ആക്ച്വലി ഇത് ഞാൻ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് വാങ്ങിയൊരു സാധനമാണ്. ഇനി അത് ഇവിടെ ഉണ്ടോ എന്നുള്ളത് തപ്പണ്ടി വരും. ഓക്കെ, ഇതാണ് സാധനം. ഇങ്ങനെ തൂക്കിയിടുന്നൊരു കുളത്താണ്. അപ്പം ഇങ്ങനെയല്ല, ഇങ്ങനെ തൂക്കിയിടുന്നൊരു സാധനമാണ്. അപ്പം ഇതിലോട്ടേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് എത്രയോ കിലോ വെയിറ്റ് വരെ അത് താങ്ങുന്നൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കേട്ട് ഞാൻ ആരായിപ്പോൾ ഇത് കേട്ട് ഞാൻ ഒരു 100-200 രൂപയ്ക്ക് മേടിച്ചതാണ് ഈ സാധനം. എന്നിട്ട് ഫൈനലി ഇപ്പോൾ എനിക്ക് അതിലൊരു കടലാസ് പോലും തൂക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളിത് ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ബൈ ദിസ്. ഇതൊക്കെ പക്ക ഫേക്ക് സാധനങ്ങളാണ്. അപ്പോൾ ആരും ഇതൊന്നും വാങ്ങി പൈസ കളയാണ്ടിരിക്കുക. ഇതിലൊന്നൊരു ചെറിയ വെയിറ്റ്, ഒരു കൊടേൻ്റെ വെയിറ്റ് പോലും താങ്ങാത്ത ഊള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ പ്ലീസ് ആരും ഇതൊന്നും പോയിട്ട് വാങ്ങാൻ നിൽക്കരുത്, നിങ്ങളുടെ പൈസ പോവും. ആരൊക്കെയോ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന എൻ്റെ കറൻറ്റ് പെർഫ്യൂം എന്താണെന്നൊക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം എനിക്ക് ആകെ 6-4 കൂട്ടി 10 വ്യൂസൊക്കെ ഉള്ളൂ. അപ്പോൾ സ്റ്റിൽ ഐ യൂസ് ദിസ് ആസ് റോൾ ഓൺ. പിന്നെ അത് കഴിഞ്ഞ് ദിസ് ഈസ് ലൈക്ക് Bella Vita Date Woman. This is my current perfume. Okay. This is my current perfume. ഇത് അത്യാവശ്യം നല്ലൊരു ഇഞ്ചക്ഷൻ പോലത്തെ ഒരു സ്മെല്ലാണ്. നമ്മുടെ മൂക്കിനകത്തോട്ട് ഇഞ്ചക്ട് ചെയ്ത് കയറും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടു നടക്കുന്നതാണ് ഈ ഒരു പെർഫ്യൂം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഭാവിയിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ പഴയ വീഡിയോയിൽ പറഞ്ഞതാണെങ്കിലും പറയാലോ. പിന്നെ ബാക്കി എൻ്റെ കോസ്മെറ്റിക്സ് തേങ്ങാമാങ്ങ സാധനങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ബിക്കോസ് അതിന് മാത്രം സാധനമൊന്നും എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. സോ പീസ് ഔട്ട്, ബൈ. മറന്നുപോയി, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബൈ.